കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതി. ഹലോ, നമ്മൾ പുതിയൊരു വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ്. ഓവനൊന്നും ഇല്ലാതെ തന്നെ കേക്ക് വേണമെന്നുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അത്. കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ തന്നെ. വലിയ സമയം മെനക്കേടൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ബിസ്ക്കറ്റ് 300 ഗ്രാം, ഷുഗർ 60 ഗ്രാം, കൊക്കോ പൗഡർ 30 ഗ്രാം, പാല് 125 ml, ബട്ടർ 30 ഗ്രാം, പിന്നെ വാനില എസൻസ് ഒരു 2 തുള്ളി. ഇതാണ് നമ്മൾ അതിൻ്റെ ബേസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 ഗ്രാം ചോക്ലേറ്റും, അത് ഡാർക്ക് ചോക്ലേറ്റാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ക്രീം 65 ml. ആദ്യം നമ്മൾ ഈ ബിസ്ക്കറ്റ് 300 ഗ്രാം എടുത്ത് വെച്ചതില്ലേ, അതൊന്ന് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിയിലല്ല, നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ മതി. ബിസ്ക്കറ്റ് നമ്മളിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് പഞ്ചസാര, കൊക്കോ പൗഡർ, മിൽക്ക് ഇത്രയും ചേർത്ത് ബോയിൽ ചെയ്തെടുക്കാം. പഞ്ചസാര, കൊക്കോ പൗഡർ, പാല്, ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് തീ കുറച്ച് വെക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി ഇളക്കിയും കൊടുക്കണം. ചെറിയ തീയിൽ കിടന്ന് ഇത് ബോയിലായി വന്നു തുടങ്ങി. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഇനി അധികം തിളപ്പിക്കരുത്, ഓഫ് ചെയ്യാം. ബട്ടർ ചേർത്ത് ചൂടോടെ തന്നെ അത് ഇളക്കി ചേർക്കാം. തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ ഈ മിക്സ്ചർ നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ചൂടാറുന്നതിന് മുമ്പ് ചെയ്യണം, എന്നാലേ അത് സെറ്റ് ആവുള്ളൂ. വേഗം ഇളക്കിയെടുക്കുക. ഈ മിക്സ് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇത് ചൂടോടെ തന്നെ നമ്മളൊരു പാനിലേക്ക്, ബട്ടർ പേപ്പറോ അങ്ങനെ ഇട്ട് ഒരു പാനിലേക്ക് ഇത് മാറ്റുകയാണ്. ഒറ്റയടിക്ക് മാറ്റരുത്, കുറച്ച് മാറ്റി ഒന്ന് പ്രസ് ചെയ്ത് സെറ്റായതിന് ശേഷം ബാക്കി അതിൻ്റെ മുകളിലിട്ട് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു പകുതിയോളം ഇടാം. ഇത് പ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ളതും ഒരു പ്രാവശ്യം കൂടി ആയിട്ട് ഇട്ട് കൊടുക്കുക. അതും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അത് കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇത് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിലാക്കി അമർത്തി പ്രസ് ചെയ്ത് നല്ല ക്ലീനാക്കി എടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അടിയിൽ തിളച്ച വെള്ളമുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ആ ക്രീം ചേർക്കാം. ചോക്ലേറ്റ് മെൽറ്റായി തുടങ്ങി. നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം.
എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റും ക്രീമും കൂടി മിക്സായി നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറായി വരണ വരെ നമുക്ക് ഇളക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് മാറ്റി ആ ക്രീം മെൽറ്റായി അധികം ചൂടാക്കി കഴിഞ്ഞാൽ ക്രീം ഇങ്ങനെ പിരിഞ്ഞ പോലെയാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് പുറത്ത് വെച്ച് എന്നാലും അത്യാവശ്യം ചൂടുണ്ട്. ആ ചോക്ലേറ്റും ക്രീമും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല കളർ നല്ല ഗ്ലേസിങ് ഉള്ളൊരു മിക്സ്ചറായി കിട്ടും നമുക്ക്. നമ്മുടെ ഗണേഷ് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡിയായി തുടങ്ങി, കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ചൂടാറും തോറും കട്ടിയായിക്കൊണ്ടിരിക്കും. ഫുള്ളായിട്ട് ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിസ്ക്കറ്റ് മിക്സിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിനി ആ മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബിസ്ക്കറ്റിൻ്റെ മിക്സ് എടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ കൂട്ടാണത്. ഇതിപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ സൈഡിലുള്ള കാരണം പിന്നെ വലിച്ചാൽ പോരും. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്താം. നമുക്ക് ഈ ബട്ടർ പേപ്പർ മാറ്റാം. ശരിക്കും ഒരു കേക്ക് പോലെ കിട്ടും നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ചോക്ലേറ്റ് ഗനാഷ് തിക്കായിക്കൊണ്ടിരിക്കുന്നത് ഒഴിക്കുകയാണ്. ഒഴിച്ച് പതുക്കൊന്ന് പരത്തി കൊടുക്കുക. വല്ലാതെ സൈഡിലേക്ക് ഒലിക്കണം, പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒലിച്ച പ്ലേറ്റ് മുഴുവനാവാതെ ഒന്ന് നോക്കുക. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് ഇതിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ മുകളിൽ ഒഴിച്ച് സൈഡിൽ പോയതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. എന്നിട്ടൊരു 1/2-3 മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഏതാ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം. അതല്ലെങ്കിൽ ഇനി നട്ട്സ് പൊടിച്ചിട്ടിടണോ അങ്ങനെ എന്താ നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ചെങ്കിൽ അതുപോലെ ചെയ്യാം. ഇതിന് ഏതാണ്ട് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒക്കെ തന്നെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് കേക്ക് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഐറ്റമാണത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഐറ്റം നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ വരും. ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ ശരിക്കും ചോക്ലേറ്റ് കേക്ക് പോലെയാണ് കഴിക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ദിവസം വേറൊരു വിഭവമായിട്ട് വരാം. ബൈ.